ഓരോ ജീവിതവും ഓരോ യാത്രകളാണ്. യാത്രകളിലെ അനുഭവങ്ങളാണ് സഞ്ചാര സാഹിത്യങ്ങളിൽ ഓരോ എഴുത്തുകാരും വായനക്കാർക്ക് മുമ്പിൽ എത്തിക്കുന്നത്. അന്ന മരിയ ടോംസിൻ്റെ ടു ദ ലാൻഡ് ഓഫ് ടീ ആൻഡ് ടെറിസ് എന്ന പുസ്തകത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് വയനാടൻ പെൺപെരുമയിൽ. കുട്ടിക്കാലം മുതലേ യാത്രകളെയും പുസ്തകങ്ങളെയും കൂട്ടുപിടിച്ച അന്ന മരിയയ്ക്ക് ഒരു പുസ്തകത്തിൻ്റെ രചനയിലേക്കുള്ള യാത്ര അതുകൊണ്ട് തന്നെ എളുപ്പമായി. കൂടെ മാതാപിതാക്കൾ വഴികാട്ടികൾ കൂടിയായപ്പോൾ നല്ലൊരു സഞ്ചാരകഥ പിറക്കുകയായിരുന്നു. ഇത് വെറുമൊരു കുട്ടിയുടെ സഞ്ചാരകഥയല്ല, മറിച്ച് വായനക്കാരെ കൂട്ടിയുള്ള ഒരു ഉത്സവമാണ്. യാത്രകളിലെ കാഴ്ചകളിലേക്കും പ്രശ്നങ്ങളിലേക്കുമൊക്കെ വായനക്കാരെ വഴിനടത്തുകയാണ് അന്ന തൻ്റെ പുസ്തകത്തിലൂടെ. കുട്ടിക്കാലത്ത് അന്നയ്ക്ക് കഥകൾ വായിച്ചു കൊടുക്കുമ്പോൾ ക്ലൈമാക്സിലെത്തുമ്പോൾ കഥ നിർത്തി പിന്നീട് ആകാംക്ഷയോടെ ബാക്കി വായിക്കുക അവളായിരിക്കണം. അതായിരുന്നു അന്നയുടെ പിതാവിൻ്റെ നിർബന്ധം. യാത്രകൾ പോയി തിരികെ വന്നാൽ ആ യാത്രയെക്കുറിച്ച് എന്തെങ്കിലും എഴുതണമെന്ന നിർബന്ധവും മാതാപിതാക്കൾക്കുണ്ടായിരുന്നു. സക്കറിയയാണ് അന്നയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരൻ. പുസ്തകത്തിലെ എത്രയോ തിരുത്തുകൾ അദ്ദേഹമാണ് ചെയ്തു നൽകിയതെന്ന് അന്ന ഓർക്കുന്നു. ഹിബ്സന്റെ നാടകങ്ങളെല്ലാം മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്ത സുൽത്താൻ ബത്തേരിയുടെ സ്വന്തം PJ തോമസിന്റെ കൊച്ചുമകൾക്ക് എഴുത്ത് രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണെന്ന് പറയാതെ വയ്യ. അന്ന മരിയ ടോംസ്, ടു ദ ലാൻഡ് ഓഫ് ടീ ആൻഡ് ടെറസ്. ആദ്യത്തെ പുസ്തകമൊക്കെ പ്രസിദ്ധീകരിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. എന്ത് തോന്നുന്നു അന്ന? നല്ല സന്തോഷം തോന്നുന്നു. ഫൈനലി അത് കയ്യിൽ കിട്ടുമ്പോൾ ഭയങ്കര അധികം ഹാപ്പിനെസ് ഉണ്ട്. സാധാരണ ഈ സഞ്ചാര സാഹിത്യങ്ങളിൽ നിന്ന് ഒക്കെ, സഞ്ചാര കഥകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു അനുഭവമാണ് ഈ പുസ്തകം എന്ന് വായിച്ചവരൊക്കെ പറഞ്ഞു. ഞാൻ വായിച്ചില്ല, എനിക്ക് വായിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. എന്താ സാധാരണ ഈ സഞ്ചാര സാഹിത്യങ്ങളിൽ നിന്നും സഞ്ചാര കഥകളിൽ നിന്നൊക്കെ അന്ന മരിയയുടെ പുസ്തകത്തിനുള്ള ഒരു വ്യത്യാസം എന്താ? ഇത് ആക്ച്വലി ട്രാവലോ കാറ്റഗറീൻ്റെ അടിയിലാണ് വരുന്നത്. പക്ഷെ അത് എത്രത്തോളം അങ്ങനെ വിളിക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. കാരണം ട്രാവലോ കാറ്റഗറിയിലാണ് വരുന്നെങ്കിലും എൻ്റെ കുറേ പേഴ്സണൽ അനക്ഡോട്ട്സും എക്സ്പീരിയൻസും ഞാൻ എന്തൊക്കെയാണ് കണ്ടതും അതൊക്കെയുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്കത് എത്രത്തോളം ട്രാവലോഗ് എന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല. മെമ്മോർ എന്ന് ആയിരിക്കും കുറച്ചും കൂടി ആപ്റ്റ് ആയിട്ടുള്ളത്. അപ്പം ഞാൻ പറഞ്ഞാൽ എനിക്കൊന്ന് ഞാൻ 14 years ആയിരിക്കുമ്പോഴാണ് ഇതൊക്കെ കണ്ട് വന്നിരുന്ന് എഴുതുന്നത്. അപ്പം ഒരു 14-year-old പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്ന കാര്യങ്ങളാണ് ബുക്കിലുള്ളത്. ഇപ്പം ലോകം മുഴുവൻ യാത്ര ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്, പക്ഷെ പലരും അത് എഴുതാറില്ല. പക്ഷെ ആൻമരിയ അനുഭവങ്ങളും പിന്നെ ഒരു എഴുത്തിന്റെ ഒരു സന്തുലിതാവസ്ഥയൊക്കെ ഒരുമിച്ച് കൊണ്ടുപോയിട്ടുണ്ട്. അതെങ്ങനെ ആൻമരിക്ക് സാധിച്ചത്? 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഇത് എഴുതി തുടങ്ങിയത്. അതെങ്ങനെ പറ്റി? പപ്പയും മമ്മിയും എവിടെ നമ്മൾ ട്രാവൽ ചെയ്ത് പോയി വന്നു കഴിഞ്ഞാലും അവർ ഒരു കണ്ടീഷൻ വെച്ചിട്ടില്ല. അവർ പറഞ്ഞു എവിടെ പോയി വന്നു കഴിഞ്ഞാലും ഒരു ബുക്ക് തരും, അതിൽ എല്ലാം റെക്കോർഡ് ചെയ്യണം. അതായത് ഏതൊക്കെ എവിടെയൊക്കെയാണ് പോയിട്ടുള്ളത്, എന്തൊക്കെയാണ് കണ്ടിട്ടുള്ളത്, അത് മൊത്തം എന്താ അറിയാവുന്ന ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ മലയാളത്തിൽ എഴുതുക എന്നുള്ളതായിരുന്നു അവർ തന്നിട്ടുള്ള ആകെ ഉള്ളൊരു കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ് ആക്ച്വലി. അങ്ങനെ UK പോയി വന്നു കഴിഞ്ഞപ്പം ഇറ്റ് വാസ് നോ ഡിഫറെൻറ്റ്. അപ്പോഴും വിചാരിച്ചു ഇവർ പറയും, പക്ഷെ സർപ്രൈസിങ് അവരൊന്നും പറഞ്ഞില്ല. UK വിസിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവരൊന്നും പറഞ്ഞില്ല. അപ്പം ഞാനൊരു ജങ്ക് ജേർണൽ ക്യൂറേറ്റ് ചെയ്തായിരുന്നു. അപ്പം അത് കണ്ട് ഞാൻ എൻ്റെ അപ്പച്ചനെ കാണിച്ചപ്പോഴാണ് അപ്പച്ചനാണ് സജസ്റ്റ് ചെയ്തത് ഇത് എന്തുകൊണ്ടൊരു ബുക്കാക്കിക്കൂടാ എന്ന് ചോദിച്ചത് അപ്പച്ചനാണ്. ഓരോ യാത്രകൾ കഴിയുമ്പോഴും ഞാനൊക്കെ ചിന്തിക്കുന്നതാണ് കേട്ടോ, ഓരോ യാത്ര കഴിയുമ്പോൾ ഇത് തീരാതിരുന്നെങ്കിൽ, കുറച്ച് ദിവസം കൂടെ അവിടെ നിൽക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ തോന്നുന്നുണ്ട്. അപ്പം അന്നയുടെ ഈ പുസ്തകം വായിക്കുമ്പോൾ ശരിക്കും വായനക്കാർക്ക് അങ്ങനെ ഒരു ഫീൽ വായനക്കാർക്ക് ഉണ്ടാവും. കുറച്ചുകൂടെ അവിടുത്തെ കഥകൾ കുറച്ചും കൂടെ അറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അങ്ങനെ തോന്നും ആളുകൾക്ക്. ഉണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വായിച്ചവരൊക്കെ എന്ത് പറയും? അവർക്ക് എല്ലാവർക്കും ഇഷ്ടമായി. ആക്ച്വലി വായിച്ചിട്ടുള്ള എല്ലാവരും എനിക്ക് പേഴ്സണലി അവർ മെസ്സേജ് അയച്ചു എന്നുള്ളതാണ് എനിക്ക് ഭയങ്കര അധികം സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. കാര്യം നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഒരു ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാലും അത് ആൾക്കാർ അത് കഴിച്ചിട്ട് അത് പറയുമ്പോൾ ഒത്തിരി അധികം സന്തോഷം തരും. അതുപോലെ തന്നെ ഒരു ബുക്ക് എഴുതിയിട്ട്, കാര്യം ഐ വാസ് വെരി സ്കെപ്റ്റിക്കൽ ഇൻ ദി ബിഗിനിങ്. ഇത് എത്രത്തോളം വർക്ക്ഔട്ട് ആവും ഒന്നും അറിയില്ലായിരുന്നു. അപ്പോൾ അത് ആൾക്കാർ അത് ഫൈനലി വായിച്ചു കഴിഞ്ഞിട്ട് അവർ റിവ്യൂ തരുമ്പോൾ ഒത്തിരി അധികം സന്തോഷമുണ്ട്. അവരത് എഴുതി തുടങ്ങുന്ന 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എഴുതാൻ തുടങ്ങിയത്. ഡിഗ്രി ഫസ്റ്റ് ഇയർ എത്തി. എന്തുകൊണ്ടാണ് ഒരു 4 വർഷമൊക്കെ
എടുത്തത്? ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഭയങ്കര സ്കെപ്റ്റിക്കലായിരുന്നു. ഇത് ഞാൻ എഴുതി കംപ്ലീറ്റ് ചെയ്യുന്നത് അതെല്ലാം ഫാസ്റ്റ് ആയിട്ടായിരുന്നു. ആ 9th ഗ്രേഡ് ആ ഒരു കൊല്ലം തന്നെ എല്ലാം കംപ്ലീറ്റ് ചെയ്തായിരുന്നു. പക്ഷേ എനിക്ക് അറിയില്ലായിരുന്നു, ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ് വാസ് ഗുഡ് ഇനഫ് എന്നുള്ളതായിരുന്നു. അപ്പം അങ്ങനെ നീട്ടിക്കൊണ്ടുപോയതാണ്, അതായിരുന്നു പറ്റിയത്. ഇത് ശരിക്കും ഈ പുസ്തകം എന്ന് പറയുന്നത് അത് വെറും ഒരു കുട്ടി എഴുതുന്ന ഒരു പുസ്തകമല്ല. ശരിക്കും കണ്ട കാഴ്ചകളും അനുഭവങ്ങളും അവിടെ ഉണ്ടായ വിഷയങ്ങളും ഒക്കെ അതിലുണ്ട്. അപ്പം ഈ കാഴ്ചക്കാർക്ക്, വായനക്കാർക്ക് ആ കാഴ്ച കാണുന്ന ഒരു ഫീൽ ഈ പുസ്തകത്തിലൂടെ ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു യാത്ര, ഒരു ഗ്രൂപ്പായിട്ട് യാത്ര പോയാൽ എന്തൊക്കെ ഉണ്ടാകാം, അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളൊക്കെയാണോ വായനക്കാർക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്? അതെ, കാരണം ഞാൻ ബുക്കിൽ ഭയങ്കര അറ്റൻഷൻ ടു ഡീറ്റെയിലിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ് പേഴ്സണലി. ഞാൻ ഇപ്പോൾ ഒരു കഥ പറഞ്ഞാലും അത് വേഗം തീർക്കുന്നതിന് മുമ്പ് ഞാൻ എല്ലാം പറയും, എല്ലാ ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് പറയാം. അപ്പോൾ ചിലർക്കത് ഇഷ്ടമാകത്തില്ല. പക്ഷെ വെൻ യു റൈറ്റ് സെയിം തിങ്, ഞാൻ എഴുതിയപ്പം എനിക്ക് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നി. കാര്യം ചില ബുക്സ് വായിക്കുമ്പം അറ്റൻഷൻ ടു ഡീറ്റെയിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ എഴുതിയപ്പോഴും ഇതൊരു ട്രാവൽ ലോഗും കൂടി ആയതുകൊണ്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. അതായത് ഒരു വെറുതെ അത് കണ്ടു ഇത് ചെയ്തു എന്ന് പറയുന്നതിനേക്കാളും ആൾക്കാർക്ക് പേഴ്സണലി അവർക്കും ബുക്ക് വായിക്കുമ്പം അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത് അവിടെ പോയി, പക്ഷെ അവിടെ ഇങ്ങനെയായിരുന്നു, ഞാൻ വിചാരിച്ചത് ഇങ്ങനെയായിരിക്കും, അങ്ങനെ കൂടുതൽ ഡിസ്ക്രിപ്ഷൻസും ഡീറ്റെയിൽസും. ഓരോ സ്ഥലങ്ങളെ കുറിച്ച് നമ്മൾക്ക് വായിച്ചും നമ്മൾ കണ്ടിട്ടില്ല, ആ വായിച്ച അനുഭവങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം നേരിട്ട് അത് കാണുകയാണ് ചെയ്യുന്നത്. അപ്പം അന്നയെ സംബന്ധിച്ചിടത്തോളം അന്ന അവിടെ പോയി അത് കണ്ടു. അപ്പം അന്നയ്ക്ക് ഉണ്ടായൊരു അനുഭവം എന്തായാലും ശരിക്കും സറിയലായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. കാര്യം നമ്മൾ പലപ്പോഴും ആൻറ്റി പറഞ്ഞ പോലെ നമ്മൾ ഈ സിനിമയിൽ കാണുന്നതും അല്ലെങ്കിൽ ബുക്സുകളിൽ വായിച്ചിട്ടുള്ള സ്ഥലങ്ങൾ നേരിട്ട് പോയി കാണുമ്പം അത് ഭയങ്കര ഒരു മാജിക്കലായിട്ടുള്ളൊരു മൂമെൻ്റ് ആണ്. കാരണം അത് ഫൈനലി ഒരു ഡ്രീം കം ട്രൂ മൂമെൻ്റ് ആയിരിക്കില്ല ആർക്കും. അത് ഇവിടെ പോകണം, അല്ലെങ്കിൽ ഒരു ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഓക്കെ ഇന്ന സ്ഥലത്ത് പോകണം, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് വിചാരിച്ച് അത് ഒരു ബുക്കിലായിട്ട് പിന്നെ അത് റിയൽ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗ്യമാണ്. അപ്പോൾ അത് ശരിക്കും അത് ഭയങ്കര ഒരു പറയാൻ പറ്റുന്ന ഒരു ഫീലിംഗ് അല്ല, ഭയങ്കര ഒരു മാജിക്കലായിട്ടുള്ള ഒരു ഫീലിംഗ് ആണ്. നമുക്കറിയാം ഈ സഞ്ചാര സാഹിത്യങ്ങൾ നമുക്ക് പ്രിയപ്പെട്ട നമ്മുടെ വയനാട്ടുകാരൻ കൂടിയായ OK ജോണി, അദ്ദേഹത്തിൻ്റെ കാവേരിയോടൊപ്പം എൻ്റെ യാത്ര, അത് ശരിക്കും ഈ കാവേരി നദിയുടെ ഒരു സംസ്കാരം, കാവേരി നദിയുടെ സംസ്കാരം ഒക്കെ പറയുന്ന ഒരു പുസ്തകം. അതുപോലെ സഖറിയയുടെ യാത്രകൾ, റഷ്യൻ യാത്രകളുണ്ട്, അങ്ങനെ ഒരുപാട് യാത്രകൾ പറയുന്ന ഒരു ആളാണ്. അത് അവരൊക്കെ ഈ ഒരാൾ ചരിത്രമാണ് പറയുന്നതെങ്കിൽ ഒരാൾ സംസ്കാരം പറയുന്നു, അവർ കണ്ട കാഴ്ചകൾ പറയുന്നു, അതൊക്കെയാണ് പറയുന്നത്. അതുപോലെ രുചിമീൻ സഞ്ചാരം എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അതിൽ ശരിക്കും റിസൽ ഷാഹുൽ എന്ന ഫോട്ടോഗ്രാഫർ, അദ്ദേഹം കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ യാത്ര ചെയ്തിട്ട് ഓരോ സ്ഥലങ്ങളിലുള്ള മീനുകളുടെ രുചിഭേദങ്ങൾ തേടിയുള്ള ഒരു യാത്രയാണ്. അങ്ങനെ പലരും വ്യത്യസ്തമായ രീതിയിലാണ്. അന്നയുടെ പുസ്തകത്തിൽ അന്ന എന്തിനാ കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്? ഇത് ആക്ച്വലി ഒരു സ്റ്റോറി പോലെയാണ് എഴുതിയിട്ടുള്ളത്, ഒരു സ്റ്റോറി ലൈക്ക് വേ. അപ്പം ഇതിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഡയറക്റ്റ്ലി നമ്മൾ UK എന്നല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്, അത് ബുക്ക് വായിക്കുമ്പം അറിയാം. അപ്പം ഇത് നമ്മളൊരു ഗ്രൂപ്പായിട്ടായിരുന്നു ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ അങ്കിൾ ഉണ്ടായിരുന്നു, ആൻറ്റി ഉണ്ടായിരുന്നു, അവർ UK ബേസ്ഡ് ആയിട്ടുള്ളത്. പിന്നെ എൻ്റെ ഗ്രാൻഡ് പേരൻസും പിന്നെ നമ്മളും, മമ്മ പപ്പ ഞാൻ പിന്നെ എൻ്റെ ബ്രദർ, എൽഡർ ബ്രദർ. അപ്പം ഇതൊരു റോഡ് ട്രിപ്പായിരുന്നു. ഈ ഒരു ഫുൾ ട്രിപ്പ് നമ്മൾ റോഡിൽ നടത്തിയ ഒരു ട്രിപ്പായിരുന്നു. അപ്പം ഞാൻ കൃത്യം ഓർക്കുന്നില്ല, 1 month ആണ് എടുത്തിട്ടുള്ളത് പ്രിസൈസ്ലി. അപ്പം ഇതൊരു റോഡിൽ നടക്കുന്ന യാത്രയായിരുന്നു. അപ്പം ആസ് എ ഗ്രൂപ്പ് നമ്മൾ പോകുമ്പം ഒത്തിരി ചാലഞ്ചസ് വന്നേക്കാം. അപ്പം അത് ഒക്കെയുള്ള അതും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊന്നും നിങ്ങൾ ബുക്ക് വായിക്കണം. അപ്പം അത് ഒക്കെ ഉണ്ട് അങ്ങനത്തെ കുറച്ച് ചാലഞ്ചസ്. പിന്നെ മെമ്മറബിൾ ആക്കിയിട്ടുള്ള കാര്യം, ഗ്രൂപ്പായിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ അതിൻ്റെതായ ഫണ്ണുണ്ട്. പ്രത്യേകിച്ച് ഇമ്മീഡിയറ്റ് ഫാമിലി മെമ്പേഴ്സായിട്ട് പോകുമ്പം നമുക്ക് ഒരു ഫോർമാലിറ്റിയുടെ ആവശ്യമില്ലല്ലോ. അപ്പം നമുക്ക് ഒരു ഞാൻ പറഞ്ഞ പോലെ റോഡ് ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു നല്ല സ്ഥലം കണ്ടു, നിർത്തണം എന്ന് തോന്നി. അത് എൻ്റെ അങ്കിളായിരുന്നു ഡ്രൈവ് ചെയ്യുന്നത് ത്രൂ ഔട്ട്. അപ്പം എനിക്ക് അല്ലെങ്കിൽ ആർക്കും വേണമെങ്കിൽ പറയായിരുന്നു ഓക്കെ ഇവിടെ കുറച്ച് നേരം നിൽക്കാം, നമുക്കിത് കണ്ടിട്ട് പോവാം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ. ദോസ് ആർ ദ തിങ്സ് ദാറ്റ് ഹാവ് ഇൻക്ലൂഡഡ്. പാരൻസിൻ്റെ കാര്യം പറഞ്ഞു, അവർ ചെറുപ്പത്തിൽ എഴുതുക. അതുപോലെ ഈ എഴുത്തിലേക്കുള്ള മറ്റ് സപ്പോർട്ടുകളൊക്കെ ഏത് തരത്തിലാണ്? മെയിൻലി അത് തന്നെയായിരുന്നു. പപ്പ മമ്മ പറഞ്ഞിട്ടുള്ള അങ്ങനത്തെ ഒരു കാര്യം അവർ ആ ഒരു ഐഡിയ ഇട്ട് തന്നു. പിന്നീട് അത്
എന്താ പറയുക ചെയ്യാന്നുള്ളത് അവർ വിചാരിച്ചു ഞാനത് കണ്ടിന്യൂ ചെയ്തു. പക്ഷെ ഇടയ്ക്ക് വെച്ചിട്ട് ഒരു ബ്രേക്ക് വന്നു. ഞാൻ 4th ഗ്രേഡിലായിരുന്നു മെയിൻലി ഒരു ബുക്കൊക്കെ വെച്ചിട്ട് സീരിയസ് ആയിട്ട് എഴുതിക്കൊണ്ടിരുന്നത്. അപ്പം ഞാൻ അന്ന് എനിക്കൊന്ന് സ്കൂളിൽ ഇറ്റ് വാസ് മാൻഡേറ്ററി ടു റീഡ് ന്യൂസ് പേപ്പേഴ്സ്. അപ്പോൾ അവർ അതിനായിട്ടൊരു 6 തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ന്യൂസ് പേപ്പർ തരും, അത് വായിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ന്യൂസ് ബുക്ക് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ന്യൂസ് ബുക്കിൽ നമ്മൾ എന്തെങ്കിലും ഐഡിയാസ് അല്ലെങ്കിൽ ഈ വായിച്ചിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് നമുക്ക് തോന്നിയിട്ടുള്ള എന്ത് വേണമെങ്കിലും എഴുതായിരുന്നു ന്യൂസ് റിലേറ്റഡ്. അതുപോലെയായിരുന്നു എൻ്റെ വീട്ടിൽ മെയിൻറ്റെയിൻ ചെയ്ത ബുക്ക്. അതിന് വേണ്ടിയിട്ടായിരുന്നു ഈ വായിച്ച ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ വായിച്ച ഏതെങ്കിലും ബുക്സ് എന്നെ ഏതെങ്കിലും തരത്തിൽ എൻ്റെ ക്യൂരിയോസിറ്റി പീക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ വുഡ് റൈറ്റ് ഇൻ ദാറ്റ്. മെയിൻലി അതായിരുന്നു. പിന്നെ എനിക്ക് അപ്പച്ചനെ കണ്ട് അപ്പച്ചൻ അത്രയും ഡെഡിക്കേറ്റഡ്. അതിലേക്കാണ് ഞാൻ വരുന്നത്. അപ്പച്ചൻ അതായത് അമ്മയുടെ ഫാദർ. ഓക്കെ, അദ്ദേഹത്തിനെ അറിയാം, എനിക്ക് പേഴ്സണലി അറിയാം, എങ്കിലും പ്രേക്ഷകർക്ക് വേണ്ടിയാണ് അദ്ദേഹത്തെ കുറിച്ച് പറയാം. അദ്ദേഹം നല്ലൊരു എഴുത്തുകാരനാണ്. പ്രേക്ഷകർക്കൊന്ന് പരിചയപ്പെടും. ഞാൻ അപ്പച്ചന് ഭയങ്കര ക്ലോസ് ആണ്. എനിക്കൊന്ന് ഒരു ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് ഡോട്ടർ റിലേഷൻഷിപ്പ് കാരണം കൂടുതലും നമ്മൾ ഒരു ഭയങ്കര ഫ്രണ്ട്സ് പോലെയാണ്, ഭയങ്കര ക്ലോസ് ആണ്. അപ്പം എനിക്ക് എന്തോ അപ്പച്ചന് അടുത്ത് പറയാം, അങ്ങനെ ആയിരുന്നു. അദ്ദേഹത്തിന്റെ എഴുത്തിനെ കുറിച്ച് പറയൂ. അതെ, അപ്പോൾ അപ്പച്ചൻ ആണ് എനിക്ക് ഈ ഐഡിയ ഇട്ട് തന്നത് ആക്ച്വലി. അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ കുറേ റെക്കോർഡ് ചെയ്യുന്നതല്ലാതെ ഇതൊരു ബുക്കാക്കണം എന്നൊന്നും എനിക്ക് ഒരിക്കലും എഴുതുമായിരുന്നെങ്കിലും തോന്നിയിട്ടില്ല. അപ്പോൾ അപ്പച്ചനാണ് ആ ഐഡിയ തന്നത്. എൻ്റെ ട്രാവൽ ജങ്ക് ജോണിൽ കണ്ടിട്ട് അപ്പച്ചനാണ് പറഞ്ഞത് ഇതൊരു ബുക്കാക്കിയാൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞത്. അപ്പം അപ്പച്ചനെ ഈ ബുക്കിൽ അപ്പച്ചനെ പറ്റിയിട്ട് പല സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. അപ്പച്ചൻ്റെ ക്വർക്സും ഈ ചില പെക്യുലർ അല്ല ചില ഹാബിറ്റ്സിനെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പം എനിക്കറിയാം, എനിക്ക് ആ ഫ്രീഡം എടുത്തിട്ട് ഐ മീൻ ലൈക്ക് എനിക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാം, അത്രയുള്ള ഫ്രീഡം അപ്പച്ചൻ തന്നിട്ടുണ്ട്. അദ്ദേഹം നല്ലൊരു എഴുത്തുകാരനാണ്. ഏതു തരത്തിലെ പുസ്തകങ്ങളൊക്കെ എഴുതുന്നത് അതൊന്ന് പറയാം. അപ്പച്ചൻ മോസ്റ്റ്ലി ട്രാൻസ്ലേഷൻസ് ചെയ്തിട്ടുണ്ട്. ഇബ്സന്റെ എനിക്കൊന്ന് ഓൾമോസ്റ്റ് എല്ലാ ഡ്രാമാസും അപ്പച്ചൻ മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇബ്സനെ പറ്റിയിട്ട് എനിക്കൊന്ന് നമുക്കൊന്നും അത്രയും എന്താണ് നമ്മൾ അത്രയും ഫെമിലിയർ അല്ലല്ലോ, കേട്ട് പരിചയമുള്ള പേരല്ല. പക്ഷെ അപ്പച്ചൻ കുറേ പണ്ട് തൊട്ട് അതിൽ ഒത്തിരി ഇൻട്രസ്റ്റ് എടുത്ത് ഇബ്സനെ പറ്റിയിട്ട് ഇബ്സന്റെ നാടകങ്ങളിൽ ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്ന് പണ്ടേ അപ്പച്ചന് തോന്നിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഹി ഈസ് ഓൾസോ ട്രാൻസ്ലേറ്റഡ് ഓൾ ഓഫ് ഹിസ് ഡ്രാമാസ്. ഇനിയിപ്പം അന്നയുടെ ബുക്ക് അപ്പച്ചൻ ട്രാൻസ്ലേറ്റ് ചെയ്യോ? അപ്പച്ചൻ ആക്ച്വലി ഞാൻ 1-2 പ്രാവശ്യം പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പച്ചൻ ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഉള്ളൊരു ഇൻട്രസ്റ്റ് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, അറിയത്തില്ല. ഈ കോവിഡ് കാലത്ത് ആണ് പുസ്തകം എഴുതി തുടങ്ങിയത് എന്ന് പറഞ്ഞു. അതെങ്ങനെയാ എഴുത്തിലേക്ക് വന്നത്? എങ്ങനെയാ കോവിഡ് കാലത്ത് ഇപ്പം ഓൺലൈൻ ക്ലാസ്സസ് എനിക്കൊന്നൊരു 3 hours 4 hours മാക്സിമം ഉണ്ടാവുള്ളായിരുന്നു. അപ്പം പിന്നെ ഞാൻ ഫ്രീ ആണ്. എനിക്കൊന്നൊരു 12:45 1 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ്സ് ഫ്രീ. അപ്പം പിന്നെ എന്ത് ചെയ്യണം, എങ്ങനെ ടൈം യൂട്ടിലൈസ് ചെയ്യണം എന്ന് അറിയില്ലായിരുന്നു. പ്രത്യേകിച്ച് പുറത്തു പോകാൻ പറ്റില്ല. അപ്പം വി വർ ഓൾ കൺഫൈൻഡ് ടു അവർ ഹോംസ്. അപ്പോൾ എങ്ങനെ ആ ടൈം യൂട്ടിലൈസ് ചെയ്യണം എന്ന് അറിയില്ലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇങ്ങനൊരു ഐഡിയ ഉണ്ട്, എന്തുകൊണ്ട് അതിൽ വർക്ക് ചെയ്തുകൂടാ എന്ന് അപ്പോഴാണ് തോന്നിയത്. അപ്പം അങ്ങനെയാണ് എഴുതാൻ തുടങ്ങിയത്. എഴുത്തിന് ഒത്തിരി സമയം എടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണല്ലോ നല്ല ഔട്ട്കം കിട്ടണമെങ്കിൽ. അപ്പം ആ സമയം അതിനായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. ഈ പുസ്തകത്തിന്റെ പേര് വ്യത്യസ്തമായൊരു പേരാണ്, ടു ദ ലാൻഡ് ഓഫ് ടീ ആൻഡ് ടററ്റ്സ്. ആ പേരിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? എനിക്ക് ആക്ച്വലി എങ്ങനെയാണ് എന്ത് ടൈറ്റിൽ കൊടുക്കുമ്പോഴാണ് ആൾക്കാർക്ക് അത് ക്യാച്ചിങ് ആയിട്ട് തോന്നുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഈ കുറേ എഴുതുന്ന പോലെ അല്ലല്ലോ, ഈ എഴുതിയതെല്ലാം ഒരു കുഞ്ഞ് ക്യാപ്ഷനിൽ നമ്മൾ കൊണ്ടുവരുന്നായിരുന്നു. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഒത്തിരി ഞാൻ ഫാമിലിയായിട്ട് ഡിസ്കസ് ചെയ്യായിരുന്നു, പപ്പ മമ്മ ചേട്ടൻ. അപ്പോൾ നമ്മളെല്ലാം ഇരുന്നിങ്ങനെ പറഞ്ഞ് വന്ന ഐഡിയ ആണ്. ഒബ്വിയസ്ലി ഇതൊരു ട്രാവലോഗ് ആകുമ്പം ആൾക്കാർക്ക് ഇത് വായിക്കുമ്പം സ്ട്രൈക്ക് ചെയ്യണമായിരുന്നു, ഓക്കെ ഇത് UK പറ്റിയിട്ടുള്ളതാണെന്നുള്ളത്. അപ്പോൾ ടീയും ടററ്റ്സ് എന്ന് പറയുന്നത് ഒരു കാസലിൻ്റെ ടാറിന് പറയുന്നതാണ്. അപ്പം സ്കോട്ട്ലൻഡിൽ പ്രത്യേകിച്ചും അത് ഭയങ്കര കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ്. കാസൽസ് എന്ന് പറയുന്നത് ഭയങ്കര കോമൺ ആയിട്ടുള്ള സാധനമാണ് സ്കോട്ട്ലൻഡിൽ പോയി കഴിഞ്ഞാൽ. അപ്പം അങ്ങനെ വന്ന ഐഡിയ ആണ് ടു ദ ലാൻഡ് ഓഫ് ടീ ആൻഡ് ടററ്റ്സ് എന്നുള്ള. ഇനി അന്നയെ കുറിച്ച് പറയും. അന്ന ഇപ്പം ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുകയാണ്. കുട്ടിക്കാലം മുതൽ അന്നയുടെ ഒരു എങ്ങനെയാണ് അന്ന വളർന്നത്, എവിടെയാണ് പഠിച്ചത്, എങ്ങനെയൊക്കെയായിരുന്നു, അതൊക്കെ ഒന്ന് പറയും. ഞാൻ ജനിച്ചത് ശരിക്കും വയനാട്ടിലാണ്. പക്ഷെ പപ്പയും അമ്മയും അപ്പോഴും ബേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ബാംഗ്ലൂരാണ്. അപ്പോൾ ഫാമിലി ബേസ് ചെയ്തിരിക്കുന്നത് ബാംഗ്ലൂരാണ്. ഞാൻ ഹൈസ്കൂൾ വരെ പഠിച്ചത് ബാംഗ്ലൂരാണ്.
പിന്നെ മമ്മേൻ്റെ ജോലി കാരണം വി ഷിഫ്റ്റ് ടു കേരള. ഞാനും മമ്മയും മാത്രം. അവിടെ ഒരു 3-4 കൊല്ലം പഠിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും ബാംഗ്ലൂർക്ക് പോയി. പിന്നെ ഞാൻ ക്രൈസ്റ്റ് ജൂനിയർ കോളേജിൽ 11th and 12th ചെയ്തു. അത് കഴിഞ്ഞ് ഇപ്പോൾ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആയിട്ട് പഠിക്കുന്നു. അങ്ങനെ ഒരുപാട് യാത്രകൾ ഇപ്പൊ പറഞ്ഞു, ബാംഗ്ലൂർ, കോഴിക്കോട്, വയനാട്. അപ്പൊ ഇങ്ങനെ 3 സ്ഥലങ്ങളിലായതുകൊണ്ട് തന്നെ ഒരുപാട് യാത്രകൾ അല്ലേ, യാത്രകൾ ആവശ്യമായി വരും. എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകേണ്ടി വരും. ഈ യാത്രകൾ എത്രത്തോളം ഗുണം ചെയ്തിട്ടുണ്ട് ഈ എഴുത്തിന് എന്നൊക്കെ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ട്രാവൽ ചെയ്യാൻ. എനിക്കൊന്ന് ഓരോ സ്ഥലത്ത് പോകുമ്പോഴും നമ്മൾ എത്ര ആ സ്ഥലം അറിയാന്ന് പറഞ്ഞാലും നമ്മൾ അതിൽ നിന്ന് പഠിക്കുന്ന, ആ ട്രാവൽസിനായാലും പഠിക്കുന്ന കാര്യങ്ങൾ ഭയങ്കര ഓരോ യാത്രകളും ഓരോ അനുഭവങ്ങളാണ്. അതെ അതെ അതെ. അപ്പം ട്രാവൽ ചെയ്യാൻ പറ്റിയ ഓരോ സ്ഥലവും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. ആൻഡ് ഒത്തിരി കൾച്ചറൽ ഷോക്സ് കിട്ടിയിട്ടുണ്ട്. ഓ, ഇതിവിടെ കോമൺ ആണോ, അല്ലെങ്കിൽ ഇതിവിടെ കോമൺ അല്ലേ, ഇത് അത്രയും കോമൺ അല്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയുന്നതും പഠിക്കുന്നതും ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന യാത്രകൾ ഇഷ്ടമാണ്. ട്രാവൽ ഒരുപാട് ഇഷ്ടമാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാ യാത്ര ചെയ്തത്? എനിക്ക് ഏറ്റവും ഇഷ്ടമായത് UK-യിൽ ഏറ്റവും ഇഷ്ടമായത് ലേക്ക് ഡിസ്ട്രിക്റ്റ് ആണ്. ലേക്ക് ഡിസ്ട്രിക്റ്റ് ഒരു പ്രോപ്പർ ഇംഗ്ലീഷ് കൺട്രി സൈഡാണ്, ഒരു ഗ്രാമപ്രദേശം പോലെ. അപ്പം ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, അവരുടെ ഐഡിയൽ റിട്ടയേർഡ് ലൈഫിനെ പറ്റിയിട്ട് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതായത് എങ്ങനെയായിരിക്കണം അവർ റിട്ടയർ ചെയ്തിട്ട് എവിടെ നിൽക്കണം എന്നുള്ള കാര്യങ്ങൾ. അപ്പം എനിക്കൊന്നു UK-യിലെ ലേക്ക് ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്ന സ്ഥലം ഐഡിയലാണ് ഒരു റിട്ടയേർഡ് ലൈഫിന് വേണ്ടിയിട്ട്. ഇറ്റ്സ് വെരി നൈസ്. ഭയങ്കര കാമാണ്. അടുത്തൊന്നും അങ്ങനെ ഫെസിലിറ്റീസ് ഒന്നുമില്ല. പക്ഷെ എനിക്കൊന്ന് അതാണ് ലേക്ക് ഡിസ്ട്രിക്റ്റിൽ നിന്ന് ഇത്രയും ഭയങ്കര എനിക്ക് പേഴ്സണലി ഇഷ്ടം വരാൻ കാരണം അതുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്വൈറ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ലണ്ടൻ പോലത്തെ ഒരു സ്ഥലത്ത് ഇങ്ങനെയും ഒരു സ്ഥലം ഉണ്ടെന്ന് അറിയുന്നത് ലേക്ക് ഡിസ്ട്രിക്റ്റിൽ പോയപ്പോഴാണ്. എനിക്ക് ഭയങ്കര അതുപോലെ തന്നെ നല്ലൊരു കലാകാരി കൂടിയാണ്. കലാവിശേഷങ്ങൾ പറ. ഞാൻ ഡാൻസ് ചെയ്യും. ഞാൻ എനിക്കൊന്ന് ചെറുപ്പം മുതൽ ഡാൻസ് പഠിച്ചിട്ടുണ്ട്. ക്ലാസിക്കൽ ഡാൻസറാണ്. ഭരതനാട്യം, മോഹിനിയാട്ടമാണ് മെയിൻ. എനിക്ക് ലേറ്റ് ആക്ട്രസ് മോനിഷ ഉണ്ണിയുടെ അമ്മ ശ്രീദേവിനി മാമിന്റെ അടുത്ത് ഡാൻസ് പഠിക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. മാം ബേസ് ചെയ്തിരിക്കുന്നത് ബാംഗ്ലൂർ തന്നെയാണ്. അപ്പൊ മാമിന്റെ അവിടെ പഠിക്കുമ്പോൾ ഒത്തിരി സ്റ്റേജ് ഷോസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ ഭയങ്കര പ്രൗഡാണ് പറയാനായിട്ട് മാമിന്റെ. അപ്പൊ ഈ എഴുത്തും ഈ നൃത്തവും എനിക്ക് തോന്നുന്നു മാമിന്റെ ബർത്ത്ഡേ ആണെന്ന് തോന്നുന്നു. ഇന്റർവ്യൂവിന് ഇതിന്റെ തിരക്കായിരുന്നു. ഈ നൃത്തവും എഴുത്തും ഒക്കെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് അല്ലേ? അതെ. ഞാൻ ഈ ക്വാറന്റൈൻ്റെ സമയത്ത് ഡാൻസിൽ ഒരു ചെറിയ ബ്രേക്ക് വന്നു. കാരണം ക്ലാസ്സും അങ്ങനെ അത്രയും ഫ്രീക്വന്റ് ആയിട്ട് പോകാൻ പറ്റില്ലല്ലോ. ഓഫ്ലൈൻ ക്ലാസ്സസിനൊന്നും ഡാൻസിന് പോയിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു ബ്രേക്ക് വന്നു എന്നല്ലാതെ ഇപ്പോഴും ഞാൻ ഡാൻസ് ചെയ്യുന്നുണ്ട്. പഠിക്കുന്നില്ല, പക്ഷെ എന്തെങ്കിലും പ്രോഗ്രാം വരുമ്പോഴോ അല്ലെങ്കിൽ ഇപ്പം യൂണിവേഴ്സിറ്റിയിലായാലും ഡാൻസ് ടീമിലുണ്ട്. അപ്പം എന്തെങ്കിലും പ്രോഗ്രാം വരുമ്പോൾ ചെയ്യും. അപ്പച്ചനെ എഴുതുന്ന ആളാണ് എന്ന് പറഞ്ഞു. അതുപോലെ വീട്ടിൽ വേറെ ആരാ എഴുതുന്നുള്ള? വീട്ടിലുള്ളവരെങ്ങനെയുണ്ട്? വീട്ടില് മമ്മ എഴുതുമായിരുന്നു. മമ്മ ചെറുപ്പത്തിൽ ഷീസ് റൈറ്റ് എ ലോട്ട്. മമ്മ ഡിസ്ട്രിക്ട് ലെവലൊക്കെ പോയിട്ടുണ്ട്. അങ്ങനത്തെ കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട്. മമ്മ ഒത്തിരി എഴുതും. പിന്നെ പപ്പ എഴുതില്ല, പക്ഷേ ഈസ് എ ഗ്രേറ്റ് ഒറേറ്റർ. നന്നായിട്ട് സ്പീച്ചസ് പറയും. അപ്പം അങ്ങനെ. പിന്നെ ബ്രദർ നന്നായിട്ട് എഴുതും. ഹീ റൈറ്റ്സ് എ ലോട്ട്. എനിക്കൊന്നു ചേട്ടന് പണ്ടേ ഇൻട്രസ്റ്റ് ഉണ്ട് റൈറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ ഞാൻ എഴുത്തിൽ എങ്ങനെയുള്ള ഇതാ എഴുതുന്നത്? ചേട്ടൻ എനിക്കിത് പറയാൻ പറ്റുമോ അറിയത്തില്ല. ചേട്ടൻ സ്ക്രിപ്റ്റിലാണ് കൂടുതൽ ഇൻട്രസ്റ്റ് കാണിച്ചിട്ടില്ല. അങ്ങനെ ബുക്കില് താല്പര്യം കാണിച്ചിട്ടില്ല. കൂടുതലും ഫിലിംസും കാര്യത്തിലുള്ള ആണ് കൂടുതലും കാണിച്ചിട്ടുള്ളത്. ഇനി അറിയില്ല, ഇനി ബുക്സിലോട്ടും താല്പര്യം, ബുക്സ് പബ്ലിഷ് ചെയ്യണോ അറിയില്ല. പപ്പ എന്ത് ചെയ്യുന്നു? പപ്പ ഞാൻ പഠിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടറാണ്. അതെ, ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പ്രൊഫഷണൽ സ്റ്റഡീസ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടറാണ്. അമ്മ മാത്സ് ടീച്ചറാണ്. പ്രൊവിഡൻസിലെ അല്ല കാലിക്കറ്റിലുള്ള പ്രൊവിഡൻസ് എന്ന് പറയുന്ന സ്കൂളിൽ മാത്സ് ടീച്ചർ, ഹൈസ്കൂൾ. ഓക്കെ. ഇനി എന്താ അന്നയുടെ ഒരു ആഗ്രഹം? എന്താ മുന്നോട്ടുള്ള ഒരു ആഗ്രഹം? ഇപ്പം അങ്ങനെ ഞാൻ ഫൈനാൻസാണ് എടുത്തിരിക്കുന്നത്. അക്കൗണ്ട്സ് ബേസ്ഡ് ആണ്. അപ്പം അറിയത്തില്ല എനിക്ക് ഇനി ഇപ്പം ഇതൊന്നും എക്സ്പെക്റ്റഡ് ആയിരുന്നില്ല. ഇപ്പം ഞാൻ ബുക്ക് പബ്ലിഷ് ചെയ്യുന്നത് ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറിൽ ആണ്. അപ്പം അത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുമെന്നൊന്നും ഇതൊന്നും പ്ലാൻഡ് ആയിരുന്നില്ല. ഇൻഫാക്ട് ബുക്ക് എഴുതുക, ഇത് പബ്ലിഷ് ചെയ്യാന്ന് ഉള്ളത് പോലും പ്ലാൻഡ് അല്ലായിരുന്നു. അപ്പം ഇതുവരെ അങ്ങനെ ഒരു പ്ലാൻ ആയിട്ടില്ല ആസ് ഓഫ് നൗ. ഇനി എന്താണോ
സംഭവിക്കുന്ന ആ ഒരു ഫ്ലോയിൽ. നീ അന്നയുടെ യാത്രകളിലേക്ക് തന്നെ തിരിച്ചു. അന്നയുടെ യാത്രകളൊക്കെ ഏത് തരത്തിലുള്ള യാത്രകളാണ്? ഞാൻ ഐ തിങ്ക് ട്രാവൽ ചെയ്യുമ്പോൾ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും എനിക്ക് ഇപ്പം ആൾക്കാർക്കുള്ളൊരു മിസ്റ്റേക്ക് അല്ല, എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം, ആൾക്കാർ ഏതൊരു സ്ഥലത്ത് പോയാലും ആദ്യം ചെയ്യുന്നത് ഫോട്ടോസ് എടുക്കുക എന്നുള്ളതാണ്. ദർ നത്തിങ് റോങ് അബൌട്ട് ഇറ്റ്. പക്ഷേ നമ്മൾ പ്രസൻറ്റിൽ ആയിരിക്കില്ല. വി ഡോണ്ട് ലിവ് ഇൻ ദ മൂമെൻറ്റ്. അങ്ങനെ ഇപ്പോൾ ഫോട്ടോസ് എടുക്കുക അല്ലെങ്കിൽ അങ്ങനെ ഡിസ്ട്രാക്റ്റഡ് ആവും എന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം ഫോട്ടോസ് പോസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ടാണ് കുറേ പേര് ട്രാവലിലോട്ട് ഇൻട്രസ്റ്റ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് പേഴ്സണലി, ഞാൻ ചെറുപ്പം മുതൽ അങ്ങനത്തെ ചാൻസസ് കിട്ടിയോണ്ട്, ട്രാവൽ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയോണ്ട് എനിക്കൊരിക്കലും അതിൽ ഫോക്കസ് ഇതുവരെ പോയിട്ടില്ല എന്നുള്ളതാണ്. എനിക്ക് ഏതൊരു സ്ഥലത്ത് പോകുമ്പോഴും ആ സ്ഥലത്തിനെ പറ്റി അറിയുക. ഞാൻ ഇപ്പോഴും പോകുന്നതിൻ്റെ മുമ്പും ഞാനൊരു ചെറുതായിട്ടൊന്ന് സ്ഥലത്തിനെ പറ്റി പഠിച്ച് വായിച്ച് ആണ് പോവുക. ഇനി അവിടെ പോയി കഴിഞ്ഞാലും അവിടുത്തെ ഹിസ്റ്ററി അല്ലെങ്കിൽ ഫുഡും എനിക്കും ചേട്ടനും ഭയങ്കര പ്രധാനമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒരു സ്ഥലത്തോട്ട് പോകുമ്പോഴും ട്രാവൽ ചെയ്യുമ്പോഴും അവിടുത്തെ എന്താണ് അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഡിഷസും അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളും ട്രൈ ചെയ്യാനാണ്. അപ്പോൾ ട്രാവൽ എന്ന് പറയുന്ന ഒരു എക്സ്പീരിയൻസ് അല്ലേ. അപ്പം അങ്ങനെ ആയിരിക്കും മോസ്റ്റ്ലി ട്രാവൽസ് ഉണ്ടാവുക. ഓക്കെ, അന്നയുടെ ഒരു സോഷ്യൽ മീഡിയ യൂസേജ് ഒക്കെ ഏത് തരത്തിൽ? സോഷ്യൽ മീഡിയ യൂസേജ് ഞാൻ ആക്ച്വലി ഇൻസ്റ്റഗ്രാമിൽ അത്ര ആക്റ്റീവ് അല്ല. എനിക്ക് ഈ പുസ്തകമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഞാൻ ആക്ച്വലി ബുക്ക് ടീസേഴ്സ് ഇറക്കുമായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സും എൻ്റെ സീനിയേഴ്സൊക്കെ ഇത് കാണുമ്പം അവർ ഇൻട്രസ്റ്റഡ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം ടീസേഴ്സ് ഇറക്കുമ്പം ആദ്യം ഞാൻ മെൻഷനേ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇത് ബുക്കിൻ്റെ ആണ് ഒന്നും. അപ്പം അവർക്ക് എന്തോ വരുന്നുണ്ടെന്ന് അറിയായിരുന്നു, അത് എന്താണെന്നൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ഈ ബുക്ക് ടീസേഴ്സ് ഞാൻ തന്നെ ഈ കുറേ ആപ്സ് ഉണ്ടല്ലോ, അത് യൂസ് ചെയ്ത് ഡിസൈൻ ചെയ്തിട്ട് എൻ്റെ ബുക്കിന് ആയിട്ട് ബന്ധപ്പെട്ട എലിമെൻറ്റ്സ് എടുത്തിട്ടുള്ള കാര്യങ്ങൾ ഡിസൈൻ ചെയ്തിട്ട് ഇടുമായിരുന്നു, പോസ്റ്റ് ചെയ്യായിരുന്നു സ്റ്റോറീസിൽ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും. അപ്പോൾ അങ്ങനെ അവർ ഇൻട്രസ്റ്റഡ് ആയിട്ട് കേട്ടിട്ടുണ്ട്. അവരെൻ്റെ അടുത്ത് വന്ന് ചോദിക്കും, ഇതെന്തിനെ പറ്റിയിട്ടുള്ളതാ, ഇതെന്താ, ഇത് കൊണ്ട് ഉദ്ദേശിച്ചത് എന്താ. അപ്പം അങ്ങനെ ഫൈനലി ബുക്ക് പബ്ലിഷ് ചെയ്യാമെന്ന് പറഞ്ഞപ്പം അവർക്ക് എല്ലാം കണക്ട് ചെയ്തു, എല്ലാ ഡോട്ട്സും കണക്ട് ചെയ്തു. ഓക്കെ, പുതുതായിട്ട് എഴുതുന്ന കുട്ടികളോട്, അന്നയുടെ പ്രായത്തിലുള്ള കുട്ടികളോട്, എഴുതാൻ തുടങ്ങുന്നവരോട്, എഴുതാൻ ആഗ്രഹിക്കുന്നവരോട് ഒക്കെ അന്നയ്ക്ക് എന്താ പറയാനുള്ളത്? അയ്യോ, ഐ ഡോണ്ട് തിങ്ക് അങ്ങനെ പറയാൻ മാത്രമായിട്ടുള്ള ഒരു എക്സ്പേർട്ട്. കുഞ്ഞായിരിക്കുമ്പോൾ, കുഞ്ഞ് അല്ല എങ്കിലും 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എഴുതാൻ തുടങ്ങി, 4 വർഷം എടുത്തു ഒരു പുസ്തകം എഴുതാൻ, പ്രസിദ്ധീകരിക്കാനൊക്കെ. അപ്പോൾ അത് ഒരു ചെറിയൊരു കാര്യമല്ല. അപ്പോൾ കുട്ടികൾക്ക് എഴുതാൻ താല്പര്യമുള്ളവരുണ്ടാകും, ഒരുപാട് പേരുണ്ട്. അപ്പം അവരുടെ മുൻപിൽ ഒരാളിങ്ങനെ ഇരിക്കുക, ഒരു പുസ്തകം എഴുതി, അപ്പൊ അവരിങ്ങനെ ആഗ്രഹിക്കും എന്തൊക്കെ ചെയ്യണം, ഒരു പുസ്തകം എഴുതാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, നിങ്ങൾ എഴുതൂ എന്ന് പറയുമ്പോൾ അന്നയ്ക്ക് എന്തായിരിക്കും പറയാൻ? ഞാൻ പറഞ്ഞല്ലേ, പക്ഷെ എന്നാലും എനിക്കൊന്ന് എഴുത്തിൽ എനിക്ക് വന്ന മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, ഈ 4 years ത്രൂ ഔട്ടും ഞാൻ എഡിറ്റ് ചെയ്യല്ലായിരുന്നു. ഞാൻ 9th ഗ്രേഡിൽ എടുത്തു വെച്ചതാണ്. പിന്നെ അതിലോട്ട് പോകാൻ മടിച്ചത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് പേടിയായിരുന്നു. എനിക്ക് തോന്നിയില്ല ബുക്ക് ഇനിയും അത് മാറ്റാം എന്നുള്ളൊരു തോന്നലായിരുന്നു എനിക്ക് ആദ്യം തുടങ്ങിയപ്പോൾ. ഇൻഫാക്ട് ഇപ്പോഴായാലും നമുക്കത് എപ്പോഴും ഉണ്ടാവും, അത് പോകത്തില്ല എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. അപ്പം നമ്മൾ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇഷ്ടമാണ് ചെയ്യാനെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് എത്ര പെയിൻഫുൾ ആണെങ്കിലും അത് ഫൈനലി അത് തീർത്ത് വെക്കുക എന്നുള്ളതാണ്. എനിക്ക് അങ്ങനെ ഒരു അഡ്വൈസ് ആയിട്ട് പറയാനൊന്നുമില്ല. ഇനി എഴുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയല്ലേ എനിക്ക്? യെസ്, എനിക്ക് ഒത്തിരി ഐഡിയാസ് ഉണ്ട്, പക്ഷെ അറിയത്തില്ല ഇനി എങ്ങനെയാണ് മുന്നോട്ട്, എങ്ങനെയാണ് എഴുതാൻ തന്നെയാണ് ആഗ്രഹം. നൃത്തവും എഴുത്തും എല്ലാം അന്നയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റട്ടെ എന്ന് വയനാടൻ പെൺപെരുമ ആശംസിക്കുകയാണ്. എല്ലാ ആശംസകളും നേരുകയാണ്. എഴുത്തിന്റെ ലോകത്ത് ഇനി വലിയ പ്രതിഭയായി വളരട്ടെ എന്ന് ആശംസിക്കുന്നു. ഓരോ മനുഷ്യനും ഓരോ ദ്വീപുകളാണ്, ഓരോ പ്രദേശങ്ങളും ഓരോ ഭൂഖണ്ഡങ്ങളും. ഓരോ പ്രദേശത്തു കൂടി യാത്രകൾ ചെയ്യുമ്പോൾ വ്യത്യസ്തമായ യാത്രാ അനുഭവങ്ങളാണ് എഴുത്തുകാർ വായനക്കാരിലേക്ക് പങ്കുവെക്കുന്നത്. ഈ ആഴ്ചത്തെ വയനാടൻ പെൺപെരുമ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.